യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും നമസ്കാരം. ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ സമഗ്രമായ ഒരു മാറ്റം ആവശ്യമാണ്. ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വഴി നമ്മുടെ ക്ഷേമം, ഉൽപാദനക്ഷമത, സന്തോഷം എന്നിവയ്ക്ക് ഒരു നല്ല അന്തരീക്ഷം എപ്പോഴും അത്യാവശ്യമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും സ്വാധീനിക്കുന്ന നല്ലൊരു അന്തരീക്ഷം അത്യാവശ്യമാണ്. ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതാഴത്തിൽ സ്വാധീനിക്കാൻ കഴിയും. മാത്രമല്ല, കുറച്ച് ലളിതമായ ഘട്ടങ്ങൾക്കൊപ്പം ഇത് കൈവരിക്കാനാവുകയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസിറ്റീവ് പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കുക. ഒരു നല്ല അന്തരീക്ഷത്തിന് നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ഊർജം, പ്രചോദനം എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ, തൊഴിലിലെ സംതൃപ്തി, മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനും കഴിയും. മറുവശത്ത്, ഒരു നെഗറ്റീവ് പരിസ്ഥിതി നിങ്ങളെ സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും നിങ്ങളെ കാരണമാക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ നമ്മുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നത് എപ്പോഴും നിർണായകമാണ്. ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അതിലൊന്നാണ് പോസിറ്റീവ് ആളുകളായി നിങ്ങൾ ഇടപെടുക എന്നുള്ളത്. നമ്മൾ സമ്പാദിക്കുന്ന ആളുകൾ നമ്മുടെ പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്നു. നിങ്ങളെ ഉയർത്തുക, പിന്തുണയ്ക്കുക, പ്രചോദിപ്പിക്കുക എന്നിവ ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ സമയം ചെലവഴിക്കുക. അടുത്തതാണ്, എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കൃതജ്ഞത എപ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ ഓരോ ദിവസത്തിനും നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ അടുത്ത ഒരു ബന്ധുവിനോ കുടുംബാംഗത്തോടോ നിങ്ങളുടെ നന്ദി പങ്കിടുക. അടുത്തതാണ്, പോസിറ്റീവ് ഭാഷ ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ പരിസ്ഥിതിയെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്രിയാത്മകമായി സംസാരിക്കുക. ഗോസിപ്പുകൾ ഒഴിവാക്കുക. പ്രശ്നങ്ങളെക്കാൾ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിശ്വാസകരമായ ഒരു ഭൗതിക ഇടം കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങളുടെ ഭൗതിക ചുറ്റുപാടുകൾ നിങ്ങളുടെ മാനസികാവസ്ഥയും ക്ഷേമത്തെയും വളരെയധികം ബാധിക്കും. ധൈര്യപ്രദമായ ഒരു ഇടം നിങ്ങൾ സൃഷ്ടിക്കുക. സ്ഥിരമായത് ധ്യാനം, ആഴത്തിലുള്ള ശ്വസനം തുടങ്ങിയ രീതികൾ അല്ലെങ്കിൽ യോഗ എന്നിവ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനും നിങ്ങളെ സഹായിക്കും. അടുത്താണ്, മതിയായ ഒരു ഉറക്കം നേടുക എന്നുള്ളത്. ഉറക്കക്കുറവ് നമ്മുടെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. പ്രകോപിപ്പിക്കലിലേക്കും ക്ഷീണം, ഉൽപാദനക്ഷമത കുറയുന്നു. ഓരോ രാത്രിയും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം നിശ്ചയിടുക. അടുത്താണ്, സജീവമായി തുടരുക എന്നുള്ളത്. പതിവ് വ്യായാമം നമ്മുടെ മാനസികാവസ്ഥ, എനർജി, പ്രചോദനം വർദ്ധിപ്പിക്കാൻ കഴിയും. നടത്തം, ഓട്ടം, നീന്തൽ അല്ലെങ്കിൽ നൃത്തം എന്നിവയാണെങ്കിലും നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു പ്രവർത്തനം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്ഷേമം, ഉൽപാദനക്ഷമത, സന്തോഷം എന്നിവയെ പിന്തുണയ്ക്കുന്ന ഒരു പരിസ്ഥിതി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നല്ല അന്തരീക്ഷം ഒരു ലക്ഷ്യസ്ഥാനമില്ല. ഇതൊരു യാത്രയാണ്. ഓരോ ദിവസവും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും നമ്മളെ പ്രചോദിപ്പിക്കുന്നതിനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Always stay good and stay happy.